ഗായ്സ്, അപ്പൊ അർജുന അപകടത്തിൽപ്പെട്ടതിന് ഇന്നത്തേക്ക് 11 ദിവസമാണ്. ഇതുവരെ ആ ലോറി ലൊക്കേറ്റ് ചെയ്ത സ്ഥലമല്ല, ലോറി പുറത്തെടുക്കാനോ ഒന്നിനും തന്നെ സാധിച്ചിട്ടില്ല. ഇതറിഞ്ഞ് രഞ്ജിത്ത് ഇസ്രായേലെ പോലുള്ളവരും കുറെ നല്ലവരായ മലയാളികളും റെസ്ക്യൂവിന് വേണ്ടി എത്തി. അന്നേരം മീഡിയ ഇവരെ തലയെ പൊക്കി പിടിച്ചു. ആ മീഡിയനെ വെറും TRP റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പൊ അവരെ തള്ളിപ്പറയാണ്. അവര് കാരണമാണ് ഇത്രയും ദിവസം വൈകിയെന്ന്. 3 ദിവസത്തോളം ആ റോഡ് ക്ലിയർ ചെയ്യാനല്ലാതെ ഇവർ ആരെയും റെസ്ക്യൂവിന് വേണ്ടി ശ്രമിച്ചില്ല. അവിടെ നിന്ന് എടുത്ത മണ്ണ് തന്നെ പുഴയിൽ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും എന്തെങ്കിലും മിണ്ടത്തെ, അതൊന്നും മിണ്ടില്ല. എന്നിട്ട് ഈ ഒരു ഇഷ്യൂവിൽ ആ അർജുൻ്റെ ഫാമിലി വളരെ സഫർ ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരെ വീട്ടിൽ മീഡിയക്കാർ പോയി ഡംപ് അടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കും, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന്. അവർക്ക് ഇതിനകത്തൊന്നും വെളിയിൽ വരാനുള്ള സമയം പോലും കൊടുക്കുന്നില്ല. ഇതിനകത്ത് വേറെ കുറെ നാളുകൾ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇവന്മാർ ഇവരെ വീഡിയോ വോയിസ് ഓവർ ചെയ്തെടുത്തിട്ട് ഇവർക്കെതിരെ സൈബർ ബുള്ളിയാണ്. എടാ എന്താ പറയണ്ടത്? നിനക്കൊക്കെ വീട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെയൊക്കെ തന്നെ ചെയ്യുമോ? പിന്നെ മീഡിയക്കാർ പറയുന്നത് ഒട്ടും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ലാസ്റ്റ് ആയപ്പോഴത്തേക്കിപ്പോൾ ഈ കമൻട്രി പറയുമ്പോൾ അവിടെ നിന്ന് വിടുന്നതൊക്കെ കുറച്ചെടുത്തിട്ട് ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണ് തമ്പനൊക്കെ കണ്ടു കഴിഞ്ഞാൽ കമൻട്രി പറയുമ്പോഴാണ് ഒരു ഇതുമില്ല. അവർക്ക് ചുമ്മാ വായി തോന്നുന്ന കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിനൊക്കെ പറയാന്നറിയില്ല.